കോട്ടയത്തെ പ്രമുഖ CPM നേതാവ് അൻവറിനൊപ്പം തൃണമൂലിലേക്ക്. എവിടെ കേറി വന്നോ പ്രമുഖനായ CPM നേതാവ്? ഇതോ ഡെമോക്രാറ്റിക് ചെയർമാനാണ് സജി മഞ്ഞക്കടമ്പ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. ഓ അറിയാമേ, പ്രമുഖനല്ലേ. ഇതൊക്കെ എന്ത് ഫസ്റ്റ് കോട്ടയം കുഞ്ഞച്ചനിൽ മോഹൻലാലിന് പകരം കൃഷ്ണൻകുട്ടി നായർ വന്ന പോലെ ഇരിക്കണ്. ജില്ലയിൽ നിന്ന് സ്വന്തം പാർട്ടിയിലേക്ക് വരുന്ന നേതാവ് ഏത് പാർട്ടിക്കാരനാണെന്ന് പോലും തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ PV അൻവറിന് അറിയില്ലായിരുന്നോ എന്തോ. ഇല്ലെങ്കിൽ പ്രമുഖനായ CPM നേതാവ് വരുന്നുണ്ടെന്നൊക്കെ വിളിച്ചു കൂവായിരുന്നോ? UDF വിട്ടപ്പോൾ കാരണങ്ങളൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞു, ഞാൻ കാരണത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. വേണ്ട, അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. കേരളത്തിലെ എല്ലാ ഇരുമുന്നണികളും എന്നെ സ്വാഗതം ചെയ്തു. പക്ഷേ അതെപ്പോ എന്നായാലും പോവാഞ്ഞ നന്നായി. അൻവറിക്ക് വലം കൈയായിട്ട് ഇപ്പൊ ഒരാളെ കിട്ടിയല്ലോ. ഈ സ്ട്രോങ്ങിന്റെ ഒരു ഭാഗ്യേ. അല്ല, കോൺഗ്രസിലേക്ക് പോകുന്നില്ല എന്ന് എങ്ങനെ ഉറപ്പിച്ചു പറയും? എല്ലാ പാർട്ടിക്കും ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. UDFനും LDFനും ഒക്കെ ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. അതൊക്കെ ഓക്കെ, പക്ഷെ പോവില്ല എന്ന് എങ്ങനെ ഉറപ്പിച്ചു പറയും? തൃണമൂൽ കോൺഗ്രസിന് UDF സഖ്യകക്ഷിയായി അംഗീകാരം കിട്ടിയാലോ? ഇതെന്ത് മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. അപ്പൊ പ്രമുഖന്റെ ആ വാക്കും പാർട്ടി കേരള കോൺഗ്രസ് പാർട്ടി എന്ന നിലയിൽ ഞങ്ങളെ വേണ്ട പ്രോത്സാഹനം തന്ന് രംഗത്തിറക്കിയതിനു ശേഷം തുടർന്ന് അങ്ങോട്ട് യാതൊരു തരത്തിലുള്ള പരിഗണനയും പിന്തുണയും ലഭിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ തീരുമാനമെടുക്കുവാൻ കാരണം. ശരി, അത് ഞങ്ങൾക്കറിയാം. ഏത് മുന്നണിയിലും പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഏത് മുന്നണിയിലേക്കും നമ്മളെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളത് കഴിഞ്ഞ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പാരമ്പര്യത്തിന്റെ ഫലമാണ് എന്ന് ഞാൻ കരുതുന്നു. അതും ഞങ്ങൾക്കറിയാം. ഇപ്പോ ഒരു വർഷത്തിനിടയിൽ മൂന്നാമത്തെ പാർട്ടിയും രണ്ടാമത്തെ മുന്നണിയും ആയില്ലായോ? ഫ്ലെക്സിബിളാ, എങ്ങോട്ട് വേണേലും വളയും. സ്വന്തമായിട്ടൊരു നിലപാടോ അഭിപ്രായമോ ഒന്നുമില്ലല്ലോ. കോൺഗ്രസിൽ പണ്ട് മാറാല തൂക്കലായിരുന്നെന്നൊക്കെ ആരോ പറയുന്ന കേട്ടായിരുന്നു. അൻവറിന്റെ പാർട്ടി ചേർന്ന് എന്തുകൊണ്ട് നന്നായി. മാസത്തെ പാർട്ടി മാറ്റിച്ചെങ്കിൽ ഇനി രണ്ടാൾക്കും ഒരുമിച്ച് പോവാലോ. ഇക്ക പറഞ്ഞ പാർട്ടി മാറിപ്പോയെങ്കിലും NDAക്ക് ഈ പ്രമുഖ നേതാവ് പോകുന്നത് തീരാ നഷ്ടം തന്നെയായിരിക്കും. അല്ല, അവരറിഞ്ഞോ എന്തോ അതറിയില്ല. ഇനിയിപ്പോ പ്രമുഖർ രണ്ടും ഒന്നിച്ച സ്ഥിതിക്ക് അടുത്ത ഇലക്ഷൻ കഴിയുന്നതോടെ ഒരാൾ കേരള മുഖ്യമന്ത്രിയും ഒരാൾ ബംഗാൾ മുഖ്യമന്ത്രിയും ആയിരിക്കും. രണ്ടാളും കട്ടയ്ക്ക് കരുത്തരായോണ്ട് കേരള CMനെ ടോസ് ഇട്ടായിരിക്കും തീരുമാനിക്കുന്നത്. പിന്നെ ഒരു ലാഭം എന്താന്ന് വെച്ചാൽ ജയ് വിളിക്കാൻ ഒരാൾക്ക് കൊടുക്കുന്ന കൂലി ഇക്കയ്ക്ക് കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. CPMന്റെ ചെലവിൽ നൈസായിട്ടൊന്ന് ഗോളടിക്കാമെന്ന് വിചാരിച്ച ഇക്കയ്ക്ക് ചെറുതായൊന്ന് പാളിപ്പോയതാ. കാര്യമാക്കണ്ട.